രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിയെ തുടർന്ന് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം വെട്ടിക്കുറച്ചു. പൈലറ്റ് വാഹനങ്ങളാണ് കുറച്ചത്. SPG പ്രോട്ടോകോൾ അനുസരിച്ച് സുരക്ഷ നിലനിർത്തും. വിമാന ഇന്ധന വില വർധനയെ തുടർന്ന് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ എയർ ഇന്ത്യ വെട്ടിക്കുറച്ചു. പ്രതിദിനം 100 വിമാന സർവീസുകളാണ് കുറച്ചത്. റഷീദ് ബിൻ മുഹമ്മദ് വിശദാംശങ്ങളുമായി. റഷീദ്, വലിയ പ്രതിസന്ധി ഉണ്ട് എന്ന സൂചന പ്രധാനമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം നൽകുകയും മുണ്ട് മുറുക്കി ഉടയ്ക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രി തന്നെ ചെലവ് കുറച്ച് തുടങ്ങട്ടെ എന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് വിമർശനങ്ങളും ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സ്ക്വാഡിലെ പൈലറ്റ് വാഹനങ്ങളുടെ എണ്ണമടക്കം കുറച്ചിരിക്കുന്നത്. കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് വരുമോ പ്രധാനമന്ത്രി തന്നെ? നിലവിലെ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്ക് രാജ്യം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. കാരണം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് തന്റെ പൈലറ്റ് വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലവിൽ 15ഓളം സുരക്ഷാ വാഹനങ്ങളാണ് ആഭ്യന്തര സർവീസുകൾ, അതായത് രാജ്യത്തുടനീളമുള്ള അദ്ദേഹത്തിന്റെ യാത്രകളിലൊക്കെ തന്നെയും ഉപയോഗിച്ചു വരുന്നത്. ഇതിൽ അദ്ദേഹത്തിന്റെ വാഹനത്തിന് മുമ്പിലും പുറകിലും അധികം വാഹനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി വിലയിരുത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 5ലധികം വാഹനങ്ങൾ വെട്ടിക്കുറക്കാൻ നിർദ്ദേശം ഇപ്പോൾ പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. അതേസമയം PSG അടക്കമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണമെന്നുള്ള കാര്യം കൂടി ആഭ്യന്തര മന്ത്രാലയവും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ വെച്ചുകൊണ്ട് അദ്ദേഹം വലിയൊരു ആഹ്വാനം രാജ്യത്തോട് നടത്തുകയായിരുന്നു. അതായത് ഇന്ധന പ്രതിസന്ധി അത് രാജ്യത്ത് വലിയ രൂക്ഷമായി തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിലും ജോലിക്ക് പുറത്തു പോകുന്നതിലൊക്കെ തന്നെയും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതായിരുന്നു അദ്ദേഹം കൊണ്ടുവന്നിരുന്നത്. പിന്നീട് അഹമ്മദാബാദിൽ നിന്നും അദ്ദേഹം മടങ്ങുമ്പോഴും പിന്നീട് മറ്റൊരിടത്ത് പോകുമ്പോഴൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ കൂടെ 20ലധികം വാഹന വ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വരികയും സമൂഹ മാധ്യമങ്ങളിൽ അടക്കം അത് വലിയ വിമർശനമായി ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായി. അതോടുകൂടി പ്രതിപക്ഷവും പ്രധാനമന്ത്രിക്കെതിരെ തിരിയുന്ന ഒരു നടപടി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് പ്രധാനമന്ത്രി തന്നെ കടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം അത് ഇലക്ട്രിക് വാഹനങ്ങളാക്കാനുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ പുതിയ വാഹനങ്ങൾ പെട്രോൾ, ഡീസൽ എന്നിവ ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന വാഹനങ്ങൾ വാങ്ങേണ്ടതില്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രി നൽകിയിരിക്കുന്നത്. പകരം ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ആഭ്യന്തര മന്ത്രാലയം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം തന്നെ സൈഫ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ എയർ ഇന്ത്യ വീണ്ടും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് 100ലധികം സർവീസുകൾ വെട്ടിക്കുറക്കുന്നു എന്നുള്ള കാര്യം എയർ ഇന്ത്യയുടെ CEO തന്നെ നേരിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വിമാന ഇന്ധന വില വർദ്ധിച്ചതോടുകൂടി വലിയ തോതിൽ നഷ്ടത്തിലേക്കാണ് സർവീസുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. 3 മാസത്തേക്കാണ്, അതായത് ആദ്യം ജൂലൈയിൽ വരെയാണ് എന്നുള്ളതായിരുന്നു നിയന്ത്രണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ 3 മാസത്തേക്ക് കൂടി ഈ നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഡൽഹിയിൽ നിന്ന് ചിക്കാഗോ, ന്യൂയോർക്ക്, സിംഗപ്പൂർ, ഷാങ്ഹായ് എന്നിവിടങ്ങളിലേക്ക് സർവീസുകൾ